നാളത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചത് ഇതിനകത്തുനിന്നൊരു ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടാമെന്നാണ്. പക്ഷേ അങ്ങനെ തുറന്ന് നോക്കിയപ്പോഴാണ് ഒരുപാട് ഫോട്ടോസ് കണ്ടത്. നാളെ എൻ്റെ മാമൻ്റെ സെൻഡ് ഓഫ് ആണ്. അങ്ങനെ മാമൻ ഔദ്യോഗിക ജീവിതത്തിലെ തിരക്കുകളിൽ നിന്നും അതിലും മനോഹരമായ മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് എനിക്ക് തോന്നണ മാമൻ്റെ ട്രെയിനിങ് പീരീഡിലുള്ള ഒരു ഫോട്ടോ ആയിരിക്കും. കൂടെ നിൽക്കണ ആരാന്നൊന്നും അറിയില്ല. മാമൻ്റെ റിട്ടയർമെൻ്റ് എന്ന് കേട്ടപ്പോൾ പെട്ടെന്നൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം ഇത്ര പെട്ടെന്ന് മാമൻ റിട്ടയർഡ് ആയോ, മാമൻ ഇത്രയും പ്രായമായോ എന്നൊക്കെ ഓർത്ത് ആകെപ്പാടെ ഒരു ടെൻഷൻ. പക്ഷെ അതൊന്നുമില്ല കേട്ടോ. മാമൻ ഇപ്പോഴും സ്റ്റിൽ യങ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മ വീടും അതുപോലെ തന്നെ അമ്മാവന്മാരും അവരെ കഴിഞ്ഞിട്ടേ മറ്റെന്തും ഉള്ളൂ. കാരണം എനിക്ക് അവിടത്തോടും അവിടെയുള്ളവരോടുമുള്ള അത്ര അറ്റാച്ച്മെൻറ്റ് വേറെ എവിടെയൊന്നും കിട്ടിയിട്ടില്ല, വേറെ എവിടെയും ഉണ്ടായിട്ടില്ല. അത് എത്ര വാക്കുകൾ കൊണ്ട് വിസ്തരിക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ പോലും എന്താ പറയുക, എനിക്ക് അവിടെയാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം. ഒരു ദിവസം അവധി കിട്ടിയാലോ അല്ലെങ്കിൽ കുറച്ച് ദിവസം എവിടെ പോകണം എന്ന് ചോദിച്ചാൽ ഞാൻ തന്നെയാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി ആയിട്ടാണെങ്കിലും ഞാൻ പോയി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് എൻ്റെ അമ്മ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പറയുമ്പോൾ തന്നെ ഇമോഷണലി എന്തൊക്കെയോ പോലെ ആവുന്നുണ്ട്. എന്നാൽ പോലും എന്താ പറയുക, പറയാതിരിക്കാനും പറ്റില്ല. അപ്പോൾ മാമൻ അങ്ങനെ എൻ്റെ ഓർമ്മ വെച്ചപ്പോൾ തൊട്ടേ എനിക്ക് പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമനെ മാത്രമാണ് ഒരു ഓർമ്മയുള്ളത്. കാരണം നമ്മളെപ്പോഴും പോയി നിൽക്കുന്ന ഒരു സ്ഥലമാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ആ മാമൻ പെട്ടെന്ന് തന്നെ ആ ഒരു ലൈഫിൽ നിന്ന് വേറൊരു ലൈഫിലേക്ക് മാറുകയാണ്. അപ്പോൾ ഈ ആൽബം ഇങ്ങനെ മറിച്ച് നോക്കിയപ്പോഴാണ് മാമൻ്റെ കുറേ ഫോട്ടോസ്, എന്താ പറയുക, മാമൻ്റെ യൗവനകാലത്തെ കുറേ ഫോട്ടോസൊക്കെ അമ്മ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ ആ ഫോട്ടോസ് എല്ലാം കൂടെ എടുത്തൊരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ആളുകളുണ്ട്. മാമൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. മാമനെയും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് കാണുന്ന 1-2 ആളുകളെ മാത്രമേ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ, സ്വന്തം ഫോട്ടോ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കുറച്ചധികം ഫോട്ടോസ് ഉണ്ട്. ഇത് എനിക്ക് തോന്നണത് എന്താ പറയുക, ഇവർ ഗ്യാങ്ങായിട്ട് ട്രിപ്പ് പോയ എന്തൊക്കെയോ ഫോട്ടോസാണ്. പക്ഷെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ചില ഫോട്ടോസൊക്കെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ മിസ്സായി കാണും. ഈ ഫോട്ടോസൊക്കെ മാമൻ്റെ കയ്യിൽ ഇല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഒരു പക്ഷേ മാമൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലും കാണാൻ സാധ്യത കുറവാണ്. എന്തായാലും ഫോട്ടോസ് എല്ലാം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ തൊട്ട് മാമൻ വേറൊരു ലൈഫിലേക്ക് പോവാണ്. മാമൻ എല്ലാവിധ എന്താ പറയുക, പറഞ്ഞ് ചളവാക്കണില്ല. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.